ആരിഫ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അജ്മൽ ഹസൻ നിർമ്മിച്ച് ജോമോൻ മമ്മൂക്കയെ വെച്ച് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സാമ്രാജ്യം. 90 കാലഘട്ടങ്ങളിൽ ഇത് വലിയ ഹിറ്റ് തന്നെയായിരുന്നു. അതിൻ്റെ 4K പതിപ്പ് ഇറങ്ങുകയാണ്. സെപ്റ്റംബറിലാണ് ഈ ഒരു ചിത്രം റിലീസിനെത്തുക. 90 കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ മികച്ച ചിത്രം തന്നെയായിരുന്നു സാമ്രാജ്യം. ആ ഒരു കാലഘട്ടത്തിലെ സ്റ്റൈലിഷ് ചിത്രം എന്നൊരു ഖ്യാതി നേടുകയും ചെയ്തിരുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ അവതരണ മികവ് കൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലേക്കും ഈ ഒരു ചിത്രം കുടിയേറുകയുണ്ടായി. കാരണം അതുവരെ അധികമൊന്നും മലയാള സിനിമകളിലൊന്നും പുറത്തോട്ട് തമിഴിലേക്കോ അല്ലെങ്കിൽ തെലുങ്കിലേക്കോ ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയ സമയത്താണ് സാമ്രാജ്യം എന്ന സിനിമ ഇറങ്ങുന്നത്. അതോടുകൂടി ഈ ഒരു ചിത്രം പുറത്തേക്ക് പോവുകയും മലയാള സിനിമയെ കൂടുതൽ പുറത്തുനിന്നുള്ള ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് തുടക്കം കുറിച്ചതും സാമ്രാജ്യം തന്നെയായിരുന്നു. ഈ ചിത്രത്തിൽ ഗാനങ്ങളില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇളയരാജയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം വളരെ ഹൈലൈറ്റ് ആണ് എന്ന് എടുത്തു പറയേണ്ടി വരും. ഒരു സ്ലോ മോഷൻ ഇത്രയും മനോഹരമായി ചെയ്ത് വേറെ ചിത്രം ഉണ്ടാവില്ല. അലക്സാണ്ടർ എന്ന ഒരു അധോലോക നായകൻ്റെ കഥാപാത്രമാണ് മമ്മൂക്ക എന്ന് അവതരിപ്പിച്ചത്. ഒരു നെഗറ്റീവ് ഷെയ്ഡ് അദ്ദേഹത്തിന് കിട്ടുമെന്ന് തോന്നിയെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ പോലും യാതൊരു മടിയും ഇല്ലാതെയാണ് മമ്മൂക്ക അത് അഭിനയിച്ച മികവ് കൊണ്ടും തന്നെ അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തൊരു കഥാപാത്രമായിരുന്നു. അക്കാലത്ത് അലക്സാണ്ടർ എന്ന ഒരു കഥാപാത്രത്തോട് ആൾക്കാർക്ക് ആരാധന ഏറെ തോന്നുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മമ്മൂക്കയുടെ മികച്ച അഭിനയം എന്ന് എടുത്തു പറയേണ്ടിയിരിക്കും. പ്രശസ്ത ഗാനരചയിതാവ് ഷിബു ചക്രവർത്തിയാണ് ഈ ഒരു ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എന്ന് എത്ര പേർക്കറിയാം. ഇതിനകത്ത് മമ്മൂക്കയ്ക്ക് പുറമെ കുറേ കഥാപാത്രങ്ങളുണ്ട്. നമുക്കൊന്ന് നോക്കാം. മധു, ക്യാപ്റ്റൻ രാജു, വിജയരാഘവൻ, അശോകൻ, ശ്രീവിദ്യ, സോണിയ, ബാലകേ നായർ, സത്താർ, സാദിഖ്, ഭീമൻ രഘു, ജഗന്നാഥ വർമ്മ, പ്രതാപചന്ദ്രൻ, CI പോൾ, ജഗന്നാഥൻ, പൊന്നമ്പലം വിഷ്ണുകാന്ത്, തപസ്യ എന്നിവരും ഈ ചിത്രത്തിലെ താരങ്ങളാണ്. എന്തായാലും 4K ഈ ചിത്രം ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം. 90 കാലഘട്ടങ്ങളിൽ അന്നത്തെ യുവാക്കൾക്ക് ഹാരം കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറയിലേക്കും അതെത്തട്ടെ. മറ്റൊരു വീഡിയോ കാണുന്നവരെ